الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പടച്ച റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ആദർശം നെഞ്ചേറ്റിയ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസി സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന വേളയിൽ ഒരുമിച്ച് കൂടുവാനും ഈ പ്രദേശത്ത് നടക്കുന്ന ആദ്യത്തെ ഈദ്ഗാഹിൽ പങ്കാളികളാകുവാനും ഈ പ്രാർത്ഥനയിലും നന്മയിലും സംഗമിക്കുവാനും അള്ളാഹു നമുക്ക് ഈമാനും ആരോഗ്യവും തൗഫീഖും നൽകിയിരിക്കുന്നു. പടച്ച റബ്ബിനെ നമുക്ക് ആത്മാർത്ഥമായി സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. ആ റബ്ബിൻ്റെ കൽപ്പനകൾ നെഞ്ചോട് ചേർത്ത് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പുലർത്തി ജീവിതം തുടരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പ്രത്യേകം നമ്മളോട് വസിയ്യത്ത് ചെയ്ത വിഷയമാണത്. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും ഒരുപാട് സഹോദരങ്ങൾ ഇതുപോലെ സംഗമിക്കുവാൻ സൗഭാഗ്യം നഷ്ടപ്പെട്ടവരുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ഒരു സാന്നിധ്യത്തിന് ഇങ്ങനെ ഒന്ന് പങ്കെടുക്കുവാൻ നമുക്ക് സാധിച്ചതിൻ്റെ സന്തോഷം ഇരട്ടിയാവുക. പല കാരണങ്ങളാൽ ഇതുപോലെയുള്ള പെരുന്നാൾ സുദിനങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാൻ സാഹചര്യം നഷ്ടപ്പെട്ട പലരും ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലുണ്ട് എന്ന ഓർമ്മ
ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുമൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നും പെരുന്നാളിൻ്റെ നമസ്കാരം നിർവഹിച്ചതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് സ്വാതന്ത്ര്യവും നിർഭയത്വവും എന്ന റബ്ബിൻ്റെ അനുഗ്രഹത്തിൻ്റെ വില നമുക്ക് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹം തുടരാനുള്ള പരിശ്രമവും നിലനിൽക്കുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധയും അത് നിലനിന്ന് കിട്ടുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് വീണ്ടും ഒരു ഹിലാൽ ഉദിച്ചു വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. എല്ലാ മാസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, പടച്ച റബ്ബേ, ഈ ഉദിച്ചു വരുന്ന ഹിലാൽ സമാധാനത്തിൻ്റെ, നിർഭയത്തിൻ്റെ ആശ്വാസം ഞങ്ങൾക്ക് നൽകുന്ന ഒരു മാസമാക്കി അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചതിൻ്റെ അർത്ഥമറിഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മൾ അത് നിർവഹിക്കാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരു മാസക്കാലം ഞാനും നിങ്ങളും വിശുദ്ധ റമദാനിലായിരുന്നു. റമദാൻ നമുക്ക് നൽകിയ പാഠം എന്താണെന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്നലെ വരെ നമ്മൾ ആരാധനകളെ ആഘോഷമാക്കിയ സന്ദർഭമായിരുന്നുവെങ്കിൽ ആരാധനകളെ ആഘോഷമാക്കുന്നത് പോലെ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ പള്ളികളും അതുപോലെയുള്ള നന്മകൾ കൊണ്ട് നന്മകളുടെയും ആരാധനകളുടെയും ഒരാഘോഷവേളകളായിരുന്നു റമദാൻ നമുക്കെങ്കിൽ, ഇന്ന് ആഘോഷത്തിൻ്റെ വേളയെ ആരാധനയാക്കി മാറ്റുന്ന ഒരു വിശ്വാസിയുടെ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ആഘോഷത്തെ ആരാധനയാക്കി മാറ്റുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇന്നലെ വരെ പട്ടിണി കിടന്നു എന്നും എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തിരിച്ചറിയുന്നിടത്താണ് വിശുദ്ധ റമദാൻ നമുക്ക് നൽകിയ ചൈതന്യം തുടരാൻ നമുക്ക് സാധിക്കുക. നമ്മൾ പ്രഖ്യാപിക്കുകയായിരുന്നു, സമിഅനാ വഅതഅനാ. പടച്ച റബ്ബേ, ഞങ്ങൾ ഇന്നലെ എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല പകലിൽ? നീ ഞങ്ങളോട് കൽപ്പിച്ചത് കൊണ്ട്. നിന്റെ കൽപ്പന ഞങ്ങൾ ശിരസാവഹിക്കുകയായിരുന്നു. നീ കൽപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഞങ്ങൾക്കിഷ്ടമുള്ള പാനീയം, ഞങ്ങൾക്കിഷ്ടപ്പെട്ട പലതും ഞങ്ങൾ ഒഴിവാക്കിയത്. നിന്റെ കൽപ്പന ഒന്നുകൊണ്ട് മാത്രം. ചൂടുള്ള കാലഘട്ടമായിരുന്നു, അത്യുഷ്ണം കടന്നുപോയിട്ടുണ്ട്, തൊണ്ട വറ്റുന്ന അവസ്ഥകൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം ഉപയോഗിച്ചിട്ടില്ല. കാരണം സമിഅനാ വഅതഅനാ. ഇത്രയും ചൂടുള്ള കാലഘട്ടം എന്താണ് പ്രപഞ്ചത്തിന്റെ നാഥ നീ ഇങ്ങനെ കൽപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ആ ചോദ്യം ഞങ്ങൾ ഇനിയും ചോദിക്കില്ല എന്ന തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് നോമ്പെടുത്തില്ല? സമിഅനാ വഅതഅനാ. ഈ ഉത്തരമാണ് ഇനിയുള്ള ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കൽപ്പനകൾ ഒന്നൊന്നായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ അത് നമ്മുടെ ഇഷ്ടവും താല്പര്യവും പരിഗണിക്കാതെ എന്റെ സൃഷ്ടാവ് എന്താണോ കൽപ്പിച്ചത്, ഈ ആകാശത്തെ പടച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, എന്നെ സൃഷ്ടിച്ച ആരുടെ തീരുമാനപ്രകാരമാണോ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്, അവൻ എന്നോട് കൽപ്പിച്ച ചില കൽപ്പനകളുണ്ട്. അത് ചിലപ്പോൾ എന്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കാം, അത് ചിലപ്പോൾ എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിരിക്കാം. പക്ഷേ സമിഅനാ വഅതഅനാ എന്ന് പ്രഖ്യാപിക്കുമെന്ന ആ തിരിച്ചറിവിന്റെ പാഠമാണ് വിശുദ്ധ റമദാൻ നമുക്ക് നൽകേണ്ടത്. ഖുർആൻ പറയാണ്, വലൗ അന്നഹും ഖാലൂ സമിഅനാ വഅതഅനാ. അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ സാമ്പത്തിക വിഷയത്തിൽ പടച്ച റബ്ബിന്റെ ഇഷ്ടം ഇതാണ്, പലിശയിലേക്ക് നിങ്ങൾ അടുക്കരുത്, അനർഹമായ സമ്പാദ്യത്തിലേക്ക് നിങ്ങൾ പോകരുത്, അള്ളാഹു വിലക്കിയ ഇടപാടുകൾ നിങ്ങൾ നടത്തരുത്. സമിഅനാ വഅതഅനാ പറയാനുള്ള കരുത്താണ് നോമ്പ് നമുക്ക് നൽകേണ്ടത്. എന്റെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ എന്റെ റബ്ബ് പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും ചില നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതേ ഞാൻ പാലിക്കുവാൻ സന്നദ്ധനാണെന്ന് ഇനിയുള്ള ജീവിതത്തിലും തുടരാൻ കഴിയുമ്പോഴാണ് ആ പറഞ്ഞത് അർത്ഥവത്താവുക. നമ്മുടെ പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, പെരുമാറ്റം, സ്വഭാവം, സ്വർഗത്തിൽ ഏറ്റവും കനം തൂങ്ങുന്ന ആ ഗുണം അത് സൽസ്വഭാവമാണ്. എന്റെ ഉപ്പാക്ക് എന്റെ പെരുമാറ്റം ഹൃദ്യമാകണം. എന്റെ ജീവിതത്തോട് എന്നും ചേർന്ന് നിൽക്കുന്ന എന്റെ പ്രാണപ്രേയസിക്ക് എന്റെ പെരുമാറ്റം ഹൃദ്യമാകണം. എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യക്ക്, എന്റെ മക്കൾക്ക് പെരുമാറ്റം ഹൃദ്യമാകണം. കുടുംബത്തിന്റെ, നമ്മളുടെ പെരുമാറ്റത്തിന്റെ ഹൃദ്യതക്കുറവ് കൊണ്ട് കുടുംബത്തിൽ നിന്നും അകന്നു പോകുന്ന മക്കളുടെ, ബന്ധങ്ങളുടെ കണക്കുകൾ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടത്, പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ വചനമാണ്. അത് ഒരു ഉൾക്കാഴ്ചയായി, തിരിച്ചറിവായി, ഇതാ
ഇന്നലെ വരെ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മീസാനിലെ ഏറ്റവും കനം തൂങ്ങുന്ന അമലുകൾ അത്കൽ ഏറ്റവും കനം തൂങ്ങുന്നത് അത് സൽ സ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ചേർത്തു പിടിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ കൗമാരപ്രായക്കാർ അകന്നു പോകുന്നതിനെ കുറിച്ച് നമ്മൾ പരാതി പറയുകയാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ അയൽവാസികൾ അവരോടൊക്കെയുള്ള ആ ഹൃദ്യമായ പെരുമാറ്റം നിലനിർത്തുവാൻ വിശുദ്ധ റമദാൻ നമുക്ക് പാഠം നൽകണമെന്നുള്ള തിരിച്ചറിവാണ്. പ്രിയപ്പെട്ടവരെ, യൗവനത്തെക്കുറിച്ച് നമ്മൾ പരാതി പറയുന്നു. അവരുടെ കടമകൾ മറന്നു പോകുന്നതിനെ കുറിച്ച്, ബാധ്യതകൾ വിസ്മരിക്കുന്നതിനെ കുറിച്ച്, സ്വന്തത്തോടും കുടുംബത്തോടും നാടിനോടും രാജ്യത്തോടുമുള്ള അവരുടെ കടമകളും കടപ്പാടുകളും വിസ്മരിച്ചുകൊണ്ട് അവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങുന്നതിനെ കുറിച്ച് പരാതി പറയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇതാണ് കുടുംബത്തിന്റെ മനോഹാരിത എന്ന് കാണിച്ചു കൊടുക്കുവാൻ, കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ ഹൃദയബന്ധത്തിന്റെ ആഴം തിരിച്ചു പിടിക്കുവാൻ വിശുദ്ധ റമദാനിന്റെ ഈമാൻ നമുക്ക് കരുത്ത് നൽകണമെന്ന് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ഏറ്റവും തിരിച്ചറിയേണ്ടത്. ഇന്നിങ്ങനെ പരാതികൾക്കാണ്, ഇന്ന് സങ്കടങ്ങളാണ്, മാതാപിതാക്കളുടെ വേദനകൾ, പ്രിയപ്പെട്ടവരുടെ വേദനകൾ, ഭാര്യയുടെ വേദനകൾ, ഭർത്താവിന്റെ വേദനകൾ, അതുപോലെ തന്നെ അയൽവാസി ഒക്കെ നമ്മളങ്ങനെ ചേർത്ത് ദീൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആ ദീനിലേക്കുള്ള തിരിച്ചുവരവ്, അതിനുള്ള കരുത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകേണ്ടത്. ലഹരിക്കടിമപ്പെട്ടു പോകുന്ന തലമുറയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുടുംബമാണ് ലഹരി എന്ന്, സ്നേഹമാണ് ലഹരി എന്ന്, ബന്ധങ്ങളാണ് ലഹരി എന്ന് പഠിപ്പിക്കേണ്ട ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ പാഠം പകർന്നു കൊടുക്കുവാനുള്ള കരുത്തായിരുന്നു റമദാൻ നമുക്ക് നൽകിയത് എന്ന തിരിച്ചറിവ്. ഇന്നലെ വരെ നമ്മൾ പടച്ച റബ്ബിനോട് മഗ്ഫിറത്തിന് വേണ്ടി കൈനീട്ടി. അല്ലാഹു പറയാ, ഞാൻ ഏറെ പൊറുക്കും, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ കണക്ക് ഞാൻ നോക്കാതെ ഞാൻ മാപ്പ് നൽകും. ആർക്ക്? 4 ഗുണങ്ങൾ. 1, ലിമൻ താബ, നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിൽ വേദന തോന്നി മടങ്ങിയിട്ടുണ്ടെങ്കിൽ, ചെയ്തു പോയതിനെ കുറിച്ച്, വന്നു പോയതിനെ കുറിച്ച്, ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച സ്ഖലിതങ്ങളെ കുറിച്ച് ആത്മാർത്ഥമായ വേദന കൊണ്ട് നിങ്ങൾ മടങ്ങി പടച്ചവരിലേക്ക് നിങ്ങൾ കൈനീട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തു തരും. വആമന, അതിന്റെ എല്ലാം അടിസ്ഥാനം ഈമാനാണ്. ഈമാൻ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന്, ഈമാനിന്റെ സോഴ്സായ വിശുദ്ധ ഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഇവിടേക്ക് കാലെടുത്ത് വെച്ചപ്പോ, ഇന്നിങ്ങോട്ട് കയറിയപ്പോ ഒരു സഹോദരന്റെ മനസ്സിൽ തട്ടിയുള്ള വാക്ക്, ഈ റമദാൻ വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് മനസ്സറിഞ്ഞ് പ്രവേശിക്കുവാൻ നിമിത്തമായി എന്ന്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി. ഖുർആൻ നയിക്കുന്ന ജീവിതം, ഖുർആൻ വഴി വെളിച്ചം നൽകുന്ന ഖുർആൻ എന്നുള്ളത് ഹുദൻ, നിങ്ങളുടെ മാർഗദർശനമാണ്. ആ മാർഗദർശനത്തിന്റെ പാഠം പഠിക്കുകയായിരുന്നു റമദാനിലൂടെ. ആ റമദാനിൽ പഠിച്ച ആ മാർഗദർശന ഗ്രന്ഥത്തെ കൈവിടാതെ എന്നും അതിലൂടെ കടന്നു പോകുന്ന, അതിന്റെ ഓർമ്മപ്പെടുത്തൽ മനസ്സിലാക്കുന്ന ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ഈമാനിന് കരുത്താർജിക്കുന്നവർ, അവർക്കാണ് ഞാൻ പുറത്തു കൊടുക്കുക. വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങളിൽ കർമ്മനിരതരാവണം. നമ്മൾ നന്മകൾ ലോകത്തിന് സമ്മാനിക്കേണ്ടവരാണ്. ലോകത്തിന് നമ്മുടെ ആവശ്യമുണ്ട്. മനുഷ്യരുടെ വിഭവശേഷിയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. വ്യത്യസ്തങ്ങളായ കഴിവോടുകൂടിയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. ഓരോരുത്തർക്കും വൈവിധ്യമാർന്ന കഴിവുകൾ. അതൊക്കെ നാടിനാവശ്യമാണ്, കുടുംബത്തിനാവശ്യമാണ്, രാഷ്ട്ര നിർമ്മിതിക്കാവശ്യമാണ്. അതിനാവശ്യമായ എന്റെ കഴിവുകൾ അതിനുവേണ്ടി വിനിയോഗിക്കുമെന്ന്, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന്, അതിനുവേണ്ടി പടച്ച റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ആ പാഠമാണ് റമദാൻ നൽകിയത്. ആത്മാർത്ഥമായി റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ കഴിവുകൾ സൽക്കർമ്മങ്ങളിലൂടെ ലോകത്തിന് സമ്മാനിക്കുമെന്ന പ്രതിജ്ഞ ആരെടുത്തുവോ ഇന്നലെ വരെ ആരാധനകളിൽ മുഴുകി നന്മകൾ മാത്രം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നിർത്താനായിട്ടില്ല. ഇന്നും ആരാണോ അത് തുടരാൻ പരിശ്രമിക്കുന്നത്, ആ സന്മാർഗത്തിന്റെ വഴി മനസ്സിലാക്കി ആരാണോ തുടരുന്നത്, അവർക്കാണ് എന്റെ പാപമോചനം. നമ്മുടെ പ്രാർത്ഥനകൾ അന്വർത്ഥമാകാൻ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയ പാഠം അതാണ്. എനിക്ക് ചില മാറ്റങ്ങൾ എൻ്റെ അയൽവാസി പറയണം, എൻ്റെ കൂട്ടുകാർ പറയണം, എൻ്റെ ഭാര്യ പറയണം, എൻ്റെ മക്കൾ പറയണം,
എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പറയണം, എന്റെ മുമ്പിൽ ജോലിക്ക് വരുന്ന ആളുകൾ പറയണം, എന്നോട് ഇടപെടാൻ വരുന്നവർ പറയണം, അവർക്ക് അനുഭവിക്കണം. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും റമദാൻ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ, പെരുമാറ്റം നല്ലതായിട്ടുണ്ടല്ലോ. അങ്ങനെ നന്മകളിലേക്കുള്ള, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആഘോഷവേളകളിൽ ആഹ്ലാദത്തിമർപ്പിൽ മുഴുകിയ ആളുകളെ കണ്ടുകൊണ്ട് പ്രവാചകൻ സ്വഹാബത്തിനെ ഓർമ്മിച്ചു, സഹാബ, ആഘോഷം നൽകുന്ന നിർവൃതി ഇതല്ല. ഖദ് അബ്ദലല്ലാഹു ബികുമാ ഖൈറൻ, ആ ആഘോഷത്തിന് പകരമായി നിങ്ങൾക്ക് അല്ലാഹു പകരം 2 ആഘോഷങ്ങൾ നൽകിയിരിക്കുന്നു. ഇസ്ലാമിലെ 2 ആഘോഷം, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ മതപരമായി. അതിന്റെ പ്രത്യേകത അത് ഖൈറാണ്. ആഘോഷങ്ങൾ ഖൈർ നൽകണം. ഭരണാധികാരികൾക്ക് പേടിയാണ്, നിയമപാലകർ ജാഗ്രതയിലാണ്. ആഘോഷത്തിന്റെ വേളയിൽ സമൂഹത്തെ, നാടിനെ, യുവാക്കളെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന ആശങ്കകളാണ് പലപ്പോഴും അവർ ആലോചിക്കുന്നത്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെയല്ല കേട്ടോ. ആഘോഷങ്ങൾ ലോകത്തിന് ഖൈർ നൽകുന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഖദ് അബ്ദലല്ലാഹു ബികുമാ ഖൈറൻ, ആഘോഷം കേവലം ആനന്ദത്തിനപ്പുറം, കേവലം ആസ്വാദത്തിനപ്പുറം ലോകത്തിനും നാടിനും സമൂഹത്തിനും ഖൈറുകൾ നൽകുന്ന ആഘോഷത്തിന്റെ മഹിതമായ പാഠമാണ് നമ്മുടെ ദർശനം. ഇസ്ലാം നമുക്ക് കൈമാറി തന്നത് എന്ന ചിന്തയും തിരിച്ചറിവുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വേർതിരിക്കേണ്ടത്. അതാണ് നമ്മൾ വേർതിരിക്കേണ്ട ഘടകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരുപാട് ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ന് നിസ്കാരമില്ലാത്ത സഹോദരിമാരും വരണം, അവരാ പ്രാർത്ഥനകൾക്ക് സാക്ഷിയാകണം. നമ്മുടെ പ്രാർത്ഥനകൾ കിട്ടേണ്ട, ഉയരേണ്ട സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുള്ള വലിയ വീടുകൾ നോക്കി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഉത്തരം, ഒരു ഗൾഫ് പോയി ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലുള്ള പല ലോകത്തിന്, നാടിന് കാരുണ്യമായി നിൽക്കുന്ന പല സ്ഥാപനങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അവിടേക്കാണ് നമ്മുടെ വിരൽ ചൂണ്ടുന്നത്. എങ്ങനെ ആ ചെറിയ വീടില്ലാത്ത ആ സഹോദരിക്ക് എങ്ങനെ വീടുണ്ടായി എന്ന് ചോദിക്കുമ്പോ അതിന്റെ നല്ലൊരു പങ്കും ദാ അവിടുന്ന് വന്നതാണ്. ആ നാടുകൾ അശാന്തിയുടെ അസ്വസ്ഥതയിലാണ് പ്രിയപ്പെട്ടവരെ. അശാന്തിയുടെ, സമാധാനം നഷ്ടപ്പെടുന്ന ആശങ്കയുടെ മുൾമുലനയിലാണ് പലരും. നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നമ്മളോട് കൽപ്പിച്ച പ്രാർത്ഥന, പടച്ച റബ്ബേ, ആ നാടുകൾക്ക് നീ ശാന്തിയും സമാധാനവും തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരീക്ഷണങ്ങൾ, അവിടുത്തെ അസ്വസ്ഥതകൾ, അവിടത്തേക്കാൾ ഉപരി നമ്മുടെ നാടിനെയും നമ്മുടെ വീടിനെയും നമ്മുടെ അടുക്കളകളെയും നമ്മുടെ നാട്ടിലെ ഓരോ സംവിധാനങ്ങളെയും ബാധിക്കുമെന്ന തിരിച്ചറിവ് ഒന്ന് പ്രാർത്ഥന കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം, പിൻബലം നൽകാൻ കഴിയണം. രണ്ടാമത്തത്, നമ്മുടെ ജീവിത രീതിയിലേക്ക് പരിധി വിട്ടുകൊണ്ടുള്ള ആർഭാടത്തിലേക്ക് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. എപ്പോഴാണ് സാഹചര്യം മാറി മറിയാന്ന് പറയാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ഇന്നലെ വരെ ബന്ധിക്കപ്പെട്ട പിശാചിന്റെ കൂട്ടാളികളാണ്. പടച്ച റബ്ബ് നൽകിയ വിഭവങ്ങളെ അനാവശ്യമായി ദൂർത്തടിക്കുന്നവരെന്ന ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ ഭക്ഷണത്തളികയിൽ, നമ്മുടെ ഹൗസ് വാമിങ്ങുകളിൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിൽ, ആഘോഷവേളകളിൽ പ്രിയപ്പെട്ടവരെ പിശാചിന്റെ കൂട്ടാളികളായി മാറുന്ന ആളുകളായി മാറാതിരിക്കുവാൻ ഈ 2 അർത്ഥത്തിലും നമുക്ക് തിരിച്ചറിവുണ്ടാകണം. കാര്യങ്ങൾ മാറി മറിയുന്ന സാഹചര്യം, അത് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് അതാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അള്ളാഹു ആ നാടുകളിൽ സമാധാനവും ശാന്തിയും എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണോ അതിന് കാരണക്കാർ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പൊളിറ്റിക്സ് അങ്ങനെയാണല്ലോ, നമ്മൾ കാണുന്നതിന് അപ്പുറമായിരിക്കും. ആ കാരണക്കാരായവർക്ക് അള്ളാഹു തക്കതായ ശിക്ഷ നൽകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം പെരുന്നാളിൻ്റെ സന്തോഷങ്ങളിൽ ഓർമ്മ വരേണ്ട കുറേ ആളുകളുണ്ട്. ഇന്നും രാവിലെ ഭക്ഷണവുമായി രാവിലെ കഴിക്കാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഭക്ഷണം പറ്റൂല, അതുകൊണ്ട് വീട്ടിൽ നിന്നും പുലർച്ചക്ക് എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി അവരോടുകയായിരുന്നു ഹോസ്പിറ്റലുകളിലേക്ക്. പലരുടെയും പ്രിയപ്പെട്ടവർ ആശുപത്രികളിലാണ്. വലിയ മാരകമായ അസുഖം ബാധിച്ചവർ. ഇന്നും പ്രത്യേകം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ പള്ളിയുടെ അയൽവാസി, അവരുടെ ഭാര്യ അസുഖമായി വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം ചിലപ്പോൾ പെരുന്നാളിന് കടന്നു ചെന്നിരുന്ന ആ പലരും കിടക്കുകയാണ്. അതുപോലെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ പലരും, നമ്മുടെ പ്രിയപ്പെട്ടവർ, പലരുടെയും ഗുരുനാഥന്മാർ,
പലരുടെയും മാതാപിതാക്കൾ, പലരുടെയും പ്രിയപ്പെട്ട മക്കൾ, പലരുടെയും ഇണകൾ, പലരുടെയും ബന്ധുക്കൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അള്ളാഹുവേ, അവരുടെ പ്രയാസങ്ങൾ നീ ഖൈറായ നിലക്ക് ശിഫാഉൻ താമുൻ ആജിലും നൽകി അള്ളാഹുവേ നീ അവരെ അനുഗ്രഹിക്കണമേ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ. പടച്ച റബ്ബേ, പലരുടെയും മനസ്സിൽ വലിയൊരു നീറ്റലായി ആശങ്കയായി അതുണ്ട്. നാഥാ, ഞങ്ങളെ താങ്ങാൻ കഴിയാത്ത മഹാമാരികളിൽ നിന്നും രോഗങ്ങളിൽ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനായ റബ്ബേ. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, പെരുന്നാളിൻ്റെ സന്തോഷം ബാപ്പയെ കാണാൻ കഴിയാത്ത, ഉമ്മയെ കാണാൻ കഴിയാത്ത, പ്രിയപ്പെട്ട തൻ്റെ ഇണയെ കാണാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ, ചെയ്ത കുറ്റം എന്തെന്നറിയാതെ ജയിലിൽ കഴിയുന്നവർ, നിരപരാധികളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, എന്താണ് കുറ്റമെന്ന് പോലും അറിയാത്തവർ, അള്ളാഹുവേ, അവർക്ക് നീ ഏറ്റവും എളുപ്പത്തിലുള്ള മോചനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. പലരും ചെറിയ കുട്ടികൾ, അനാഥകൾ, അവരുടെ ഓർമ്മ നമുക്കുണ്ടാകണം. ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പെരുന്നാളിന് പോലും പോകാനിടമില്ലാതെ ചില ഇടങ്ങളിൽ, ചില ഷെൽട്ടറുകളിൽ, ചില അഭയകേന്ദ്രങ്ങളിൽ തങ്ങുന്നവരുണ്ട്. അവരുടെ വേദനകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പെരുന്നാളിന്റെ സന്തോഷത്തിൽ പ്രാർത്ഥനകൾ കൊണ്ട് അവരെ കൂടി നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കാൻ, അവരെ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ കൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോഴാണ് പെരുന്നാൾ അർത്ഥവത്താവുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പെരുന്നാൾ സുദിനത്തിൽ വ്യത്യസ്ത വഴികളിലൂടെയായിരുന്നു വന്നതും പോയിരുന്നതും എന്ന്. ആ പെരുന്നാൾ നമസ്കാരത്തിന് വന്നതും പോയിരുന്നതും എന്തിനായിരുന്നു? അത് കൂടുതൽ ആളുകളുമായി അടുക്കാൻ, കുശലാന്വേഷണം നടത്താൻ, അവരുടെ നന്മകളിൽ, അവരുടെ അവസ്ഥകളിൽ പങ്കുചേരാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ പാഠം പുതിയ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ, മൊബൈൽ ഒന്ന് അല്പനേരം എടുത്തിട്ടില്ലെങ്കിൽ വല്ലാതെ അസ്വസ്ഥത തോന്നുന്ന കാലഘട്ടത്തിൽ ഈ പെരുന്നാളിന്റെ സുദിനവും അതിൽ കുടുങ്ങി നിൽക്കാതെ ബന്ധങ്ങൾ ചേർക്കുവാൻ കഴിയുന്നിടത്താണ് ആ പെരുന്നാളിന്റെ വിജയമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ വല്ല തകരാറും ഇനിയും ശരിയാകാനുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് വിളക്കി ചേർക്കുവാനുള്ള ഇടമായി, സ്പേസായി ഈ പെരുന്നാൾ മാറുമ്പോഴാണ് അത് ഖൈറിന്റെ പെരുന്നാളാവുക. അതുകൊണ്ട് ആദ്യത്തെ കോൾ അവർക്കായിരിക്കണം, ആദ്യത്തെ മെസ്സേജ് അവർക്കായിരിക്കണം, ആദ്യത്തെ യാത്ര അവരിലേക്കായിരിക്കണം. എനിക്ക് മാപ്പാക്കണമെന്ന് അതാണ് ഖുർആൻ പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ താഴ്ന്നു കൊടുത്താൽ അള്ളാഹു നിങ്ങളെ ഉയർത്തുമെന്നുള്ളത്. ആ ഒരു പാഠം തിരിച്ചറിഞ്ഞ് അവരിലേക്കൊന്ന് കയറി ചെന്ന് ക്ഷമിക്കാൻ, ചിലപ്പോൾ തിരിച്ച് വളരെ റഫായി പെരുമാറിയാലും നിങ്ങൾ കാത്തിരിക്കുന്നത് പടച്ചറപ്പിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയാണെന്ന പ്രവാചകന്റെ വചനം നമുക്ക് കരുത്തേകണം. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ, ബന്ധങ്ങൾ പരിമിതമായ ലിമിറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ബന്ധങ്ങൾ ചേർക്കുന്നവരാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലുള്ള ഇടം കിട്ടുന്നത്. ബന്ധം മുറിക്കുന്നവൻ ആ സ്വർഗത്തിൽ ഇടമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നതിന്റെ വിജയത്തിന്റെ നാടാണ് നമ്മുടെ നാട്. വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ നാട് പാരതന്ത്രത്തിലായിരുന്ന സമയത്ത് അതിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അവർ പോരാടിയ പോരാട്ടം ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അല്ല എന്ന്. അതുകൊണ്ട് ആ നാടിന്റെ നന്മകൾ നിലനിൽക്കുന്നതിന് വേണ്ടി ആ ഒരു തിരിച്ചറിവും കാഴ്ചപ്പാടും നമുക്കുണ്ടാകണമെന്ന് ആരെത്ര ഭിന്നിപ്പിക്കുവാനും അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാനും പരിശ്രമിച്ചാലും എന്റെ ഒരു വാക്കോ ഒരിടപെടലോ ഈ നാടിന്റെ നന്മക്ക് വിഘാതമാവില്ല എന്ന തിരിച്ചറിവും ഈ നാടിന്റെ മുഴുവൻ നന്മകളും നിലനിൽക്കുവാൻ പരസ്പരം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ചേർന്ന് നിന്ന് നമ്മുടെ ഈമാനും വിശ്വാസവും ചോർന്നു പോകാതെ അത് കൈവിടാതെ പരസ്പരം ചേർന്ന് നിന്ന് സഹകരിച്ച് മുന്നോട്ട് പോയതിന്റെ വിജയം അത് തുടരാനുള്ള പ്രതിജ്ഞ കൂടി പ്രിയപ്പെട്ടവരെ ഈ പെരുന്നാൾ നമുക്ക് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. പടച്ച റബ്ബ് നമ്മുടെ ഈ സംഗമം ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ ഒരുമിച്ചുകൂടൽ സ്വർഗമെന്ന റബ്ബിന്റെ കവാടത്തിലൂടെ കടക്കുവാൻ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലേക്ക് എത്തുന്നവരായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്ത നോമ്പും ചെയ്ത നമസ്കാരവും ചെയ്ത ഇബാദത്തുകളും പൂർണ്ണാർത്ഥത്തിൽ കുറവുകൾ തീർത്ത് റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർ അള്ളാഹു അവരുടെ ബർസഖ് ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗമെന്ന റബ്ബിന്റെ സമ്മാനം ഏറ്റുവാങ്ങുന്നവരാകാൻ നമ്മയും അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവർ
അള്ളാഹു അവർക്ക് സമാധാനവും ശാന്തിയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു താബീ പണ്ഡിതനെ കുറിച്ച് പറയാണ്, അയാളുടെ മക്കൾ എങ്ങനെയാണ് നന്നായത്? അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രാർത്ഥനകളായിരുന്നു മക്കളുടെ നന്മ. മാതാപിതാക്കൾ മക്കളെ ശപിക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചേർത്ത് നിർത്തുക. നമ്മുടെ മക്കളെ ഇരുലോകത്തും കൺകുളിർമ നൽകുന്ന സന്താനങ്ങളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സ്വതക്ക നിർവഹിച്ചിരുന്നു. ഒരുപാട് സ്വതക്കകൾക്ക് ശേഷം പെരുന്നാളിന് വീണ്ടും സ്വതക്ക. ഇവിടെ ഇന്ന് 2 സ്വതക്കകൾ ഉണ്ട്. ഒന്ന്, ഇവിടുത്തെ നമ്മുടെ പരിസരങ്ങളിലുള്ള പല രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും ദുരന്തമനുഭവിക്കുന്നവർക്കും ആശ്വാസമാകുന്ന ഒരു ഫണ്ട്, ഒരു റിലീഫ് സെൽ, അതിനു വേണ്ടിയുള്ള കളക്ഷൻ 1. 2, ഈദ്ഗാഹിന് വേണ്ടിയുള്ള കളക്ഷൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പെരുന്നാളിന് മദീനത്തെ പള്ളിയും അതുപോലെ തന്നെ മക്കത്തെ വിശുദ്ധ ഹറമൊക്കെ ഉണ്ടായിട്ടും പെരുന്നാളിന് പ്രവാചകൻ എല്ലാവർക്കും പങ്കെടുക്കുന്ന ഒരു സ്ഥലത്താണ് ഒരുമിച്ച് കൂടിയത്. ആ സുന്നത്ത് നമ്മളിവിടെ തുടങ്ങുകയാണ്. ഇത് നിലനിർത്തുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا في كل مكان. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.